ഉച്ചയ്ക്ക് നല്ല അടിപൊളി ഊണിനോടൊപ്പം ദാ ഇതേപോലെയുള്ള കടലിൽ കിടക്കുന്ന എല്ലാ മീൻ ഐറ്റംസും വെച്ച് നിങ്ങൾ അടിപൊളി ഊണ് കഴിച്ചിട്ടുണ്ടോ? വിഴിഞ്ഞ ഭാഗത്ത് ഇത്രയും നല്ലൊരു സീ ഫുഡ് റെസ്റ്റോറന്റ് നിങ്ങൾക്ക് ഇനി കിട്ടത്തേ ഇല്ല. ഈ വീഡിയോ ഇപ്പൊ തന്നെ നിങ്ങളുടെ എല്ലാ സീ ഫുഡ് ലവേഴ്സിനും ഷെയർ ചെയ്ത് കൊടുത്തു. ഉച്ചയ്ക്ക് 11 മണി മുതലാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. നല്ല വെന്തുടഞ്ഞ കപ്പ, അവിയൽ, ക്യാബേജ്, ബീട്രൂട്ട് തോരൻ, അച്ചാറ്, കിച്ചടി, പച്ചടി, മോര്, സാമ്പാർ, രസം, മീൻകറി, പരിപ്പ് എല്ലാം കിട്ടൂടാ. 5 കൂട്ടം കറികളാണ് ഡെയിലി ഇവിടെ ഉള്ളത്. അത് എല്ലാ ദിവസവും ചേഞ്ചസും ഉണ്ടാവും. നല്ല വിഭവ സമൃദ്ധമായ ഒരു സീ ഫുഡ് സദ്യ തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇനി ഫിഷ് ഐറ്റംസിൽ വരികയാണെങ്കിൽ നെയ്മീൻ, തലക്കറി, വെളമീൻ ഫ്രൈ, വേളാപ്പാര പൊരിച്ചത്, കൊഞ്ച് ഫ്രൈ, ചിപ്പി ഫ്രൈ, അയല ഫ്രൈ, കണവ റോസ്റ്റ്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. വിഴിഞ്ഞത്തെ തികച്ച ഒരു സീ ഫുഡ് റെസ്റ്റോറന്റ് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇനി ഇതേ സജസ്റ്റ് ചെയ്യുള്ളൂ. തിരുവനന്തപുരത്തെ ഈ ഒരു സീ ഫുഡ് റെസ്റ്റോറന്റ് നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്തിരിക്കണം. ഡെയിലി പിടിക്കുന്ന ഫ്രഷ് ഫിഷസ് വെച്ച് ലൈവ് ആയിട്ടാണ് ഇവിടെ മേക്ക് ചെയ്യുന്നത്. നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് ഇഷ്ടമുള്ളത് ഇവർ മേക്ക് ചെയ്ത് തരും. ഇവിടുത്തെ ഫിഷ് ഐറ്റംസ് നിങ്ങൾ ട്രൈ ചെയ്യുമ്പോൾ നിങ്ങൾ ഇതിന്റെ ഫാൻ ആക്കാൻ പോകുന്ന ഈ ഒരു മസാലയാണ്. ഇവരുടെ തന്നെ സിഗ്നേച്ചർ ആയിട്ടുള്ള ഈ ഒരു മസാല വെച്ചൊരു പിടി പിടിപ്പിക്കണം. എന്റെ മക്കളെ വേറെ ലെവൽ അന്യായമാണ്. ഊണ് ഉച്ചയ്ക്ക് 11 മണി തൊട്ട് വൈകിട്ട് 6 മണി വരെ ഉണ്ടാവും. ഇത്രയും നല്ല വലിയ ഞണ്ട്, അതും നല്ല കിഡിലെ ഫ്ലഷോട് കൂടിയുള്ള ഞണ്ട് നമ്മൾ ഇവിടെ നിന്നാണ് ട്രൈ ചെയ്യുന്നത്. ഇത് കടിച്ചു പൊട്ടിക്കാൻ പാടാണെങ്കിൽ നമ്മൾ അണ്ണന്മാരെ ഒന്ന് പൊട്ടിച്ചു തരും. വൈകിട്ട് 6 മണി തൊട്ട് രാത്രി 12 മണി വരെ ഫിഷിന്റെ ഗ്രിൽ ഐറ്റംസും വിഴിഞ്ഞ ചിക്കൻ ഫ്രൈയും എല്ലാം ഇവിടെ കിട്ടും. നെയ്മീൻ തലക്കറി മസ്റ്റ് ട്രൈ ആണ്. കൂടാതെ ഇവിടെ ചിക്കൻ ബിരിയാണി, ബീഫ് ബിരിയാണി, ചൂര ബിരിയാണി, കൊഞ്ച് ബിരിയാണി, നെയ്ച്ചോറൊക്കെ ഇവിടെ കിട്ടും കേട്ടോ. ലൊക്കേഷൻ വിഴിഞ്ഞം പോസ്റ്റ് ഓഫീസിനടുത്തുള്ള മജ്ലിസ് ഫാമിലി റെസ്റ്റോറന്റ്. നിങ്ങൾക്ക് വിളിച്ചിട്ട് പോവാൻ നമ്പറും താഴെ കൊടുത്തിട്ടുണ്ട്. ഗൂഗിൾ മാപ്പിലും ലൊക്കേഷൻ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ വേഗം തന്നെ പോകുന്നോളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പേജ് ഫോളോ ചെയ്യാൻ മറക്കല്ലേ.